നമസ്കാരം, ഞാൻ ഡോക്ടർ ആർഷ്യ രവിരാജ്, കൺസൾട്ടൻറ്റ് പീഡിയോഡോണ്ടിസ്റ്റ്, പരബ്രഹ്മ ഹോസ്പിറ്റൽ. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് കുട്ടികളുടെ പാൽപ്പല്ലിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. നമ്മൾ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് പാൽപ്പല്ല് ഒരിക്കൽ പോയിട്ട് വരുന്ന പല്ലല്ലേ, അപ്പം അത് നമ്മൾ സേവ് ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. എന്നാൽ നമ്മൾ കുട്ടികളുടെ പാൽപ്പല്ല് വായിൽ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ആദ്യമായിട്ട് ഒരു കുട്ടിക്ക് ഫുഡ് നന്നായിട്ട് ചവച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ വായിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പാൽപ്പല്ല് ആവശ്യമാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് വായിൽ കുറേ പല്ലുകൾക്ക് കേടുണ്ട് അല്ലെങ്കിൽ വേദനയുള്ള പല്ലുകളുണ്ടെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും ഫുഡ് എടുക്കുന്നത് കുറയും, അല്ലെങ്കിൽ ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് കുറയും. പിന്നെ ഫുഡ് വിഴുങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ ഫുഡ് വിഴുങ്ങുകയാണ്, ചവയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയുടെ ഗ്രോത്ത് നന്നായിട്ട് നടക്കുകയില്ല. രണ്ടാമതായിട്ട് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് അല്ലെങ്കിൽ പെർമനൻറ്റ് ടൂത്ത് കറക്റ്റ് അലൈൻമെൻറ്റിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പാൽപ്പല്ല് യഥാസമയത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇപ്പോൾ കേടൊക്കെ വന്നിട്ട് നമ്മൾ പാൽപ്പല്ല് നേരത്തെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ അവിടെ സ്പേസ് ലോസ് ഉണ്ടാകും. സ്പേസ് ലോസ് കാരണം ഡെൻ്റൽ പ്രോബ്ലംസ്, ഇങ്ങനെ ക്രൗഡിങ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ടുള്ള പല്ല് അലൈൻമെൻറ്റിൽ ഒരിക്കലും എത്തുകയില്ല. മൂന്നാമതായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഫ്രണ്ടിലത്തെ പല്ലൊക്കെ നേരത്തെ കേടുവന്ന് പോയിട്ടുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ ചില സൗണ്ട് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി കാണുകയില്ല. പിന്നീടുള്ളൊരു പ്രശ്നമാണ് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ഫ്രണ്ടിലത്തെ പല്ല് കുറ്റിപ്പല്ല് അല്ലെങ്കിൽ കറുത്ത പല്ലൊക്കെ ആയിട്ട് കേടായിട്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് മറ്റു ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും, ചിരിക്കാനും ഒക്കെ. അപ്പോൾ അത് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ തന്നെ ബാധിച്ചേക്കാം. അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് അറിയാൻ വേണ്ടി നിങ്ങൾ പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.